എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയ ചാപ്റ്ററായിട്ടുള്ള ഗ്രാവിറ്റേഷൻ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശരി, നമുക്ക് ഗ്രാവിറ്റേഷൻ്റെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാവിറ്റേഷനകത്ത് നമുക്ക് ആക്ച്വലി ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ. ഇതിനെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയാൻ കാരണം യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡികൾക്കും ഇത് ബാധകമാണ്. ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ എന്ന് പറയുന്നത്. ഈ ലോ പറയുന്നത് എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് ഈസ് അട്രാക്റ്റഡ് ബൈ എവരി അനദർ ബോഡി ഇൻ ദ യൂണിവേഴ്സ്. ആൻഡ് ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ്, എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് ഈസ് അട്രാക്റ്റഡ് ബൈ എവരി, റിപ്പൾഷൻ ഇല്ല. Every body in the universe is attracted by every another body in the universe, and that attractive force is directly proportional to the product of their masses. And it is inversely proportional to the square of the distance between them. That is, F is directly proportional to m1 m2 divided by r square. Proportionality മാറ്റുമ്പോൾ there is a constant. That constant is equal to g into m1 m2 divided by r square. അവിടെ ആ ജിക്ക് നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ദ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി ഈസ് ഈക്വൽ ടു 6.67 into 10 raised to -11. അപ്പൊ അതിന്റെ യൂണിറ്റ് അറിയണമല്ലോ. ഇവിടെ നിന്ന് ജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ജി ഈസ് ഈക്വൽ ടു FR സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2. ദാറ്റ് മീൻസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ per kilogram square. This is the unit of universal gravitational force. ചിലപ്പോൾ ഡയമെൻഷൻ ചോദിക്കും. ഒത്തിരി എക്സാമിനേഷൻ ഡയമെൻഷൻ ചോദിച്ചിട്ട് അതുകൊണ്ട് ഡയമെൻഷൻ കൂടി നമ്മൾ ഓർത്തിരിക്കുക. ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഫോഴ്സ് mL(T⁻²) into L square divided by m square. ഒരു എമ്മും ക്യാൻസൽ ആവുന്നു. ഈ എമ്മിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ m⁻⁻1, എല്ലും L സ്ക്വയറും കൂടി L³. Therefore, the dimension of gravitational constant is equal to m⁻⁻1 L³ T⁻². ഓർത്തിരിക്കുക, മറന്നു പോകരുത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് യൂണിവേഴ്സൽ ഗ്രാവിറ്റി, the value of universal gravitational constant G is equal to 6.67 into 10⁻⁻11. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ ജിയുടെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോഴ്സിന്റെ വാല്യൂ ഓർഡിനറി ബോഡികൾക്ക് നെഗ്ലിജിബിളി സ്മാൾ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ 100 കിലോഗ്രാമുള്ള രണ്ട് ബോഡികൾ എടുക്കുന്നു. 100 into 100/1 മീറ്റർ അകലത്തിൽ വെച്ചാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? 6.67 into 100 into 100 10⁻⁻11 into 100 into 100 means 10⁻⁴ divided by 1 square. 10⁻⁴ഉം ഇതും കൂടെ 10⁻⁻7. അതിന്റെ അർത്ഥം this force is 0.00000 something. അത്ര നെഗ്ലിജിബിളി സ്മാൾ ആയിരിക്കും. അതുകൊണ്ട് this law, that is universal gravitational law, is applicable to every body in the universe. എന്നാൽ പോലും this law is mainly and appreciable to the heavenly bodies. വളരെ വലിയ ബോഡികൾക്ക് മാത്രമേ ഇത് ബാധകം. അതുകൊണ്ട് ചെറിയ ബോഡികളുടെ കേസിൽ നമ്മൾ ഇത് ഒരിക്കലും പറയാറില്ല. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അടുത്തേക്കുന്ന ഒരാളും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഞാനും ഈ യൂണിവേഴ്സിലുള്ള ഏത് ബോഡി ആയിട്ട് എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ തമ്മിൽ എന്തുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. പക്ഷേ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നെഗ്ലിജിബിളി സ്മാൾ ആയതുകൊണ്ടാണ് ഇവർ തമ്മിൽ അടുത്തടുത്ത് വരാത്തത്. അത് വളരെ വലുതായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് നടക്കാൻ പറ്റും. നടന്നു പോകുന്നവർ വേറൊരാളെ കാണുന്നു, കൂട്ടിയിടിച്ച് അവിടെ നിൽക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ദിസ് ലോ, the value of gravitational constant is 6.67 into 10⁻⁻11. Therefore, this law is applicable only for heavenly bodies. വളരെ വലിയ ബോഡികൾക്ക് മാത്രമേ. ഒരാളെങ്കിലും, രണ്ടുപേരിൽ ഒരാളെങ്കിലും വലിയ ബോഡി ആയിരിക്കണം. ഇപ്പൊ എർത്തും നമ്മളുമായിട്ടൊരു ഫോഴ്സ്, കാരണം എർത്തിന്റെ മാസ് വളരെ വലുതാണ്, നമ്മുടെ മാസ് വളരെ ചെറുതാണെങ്കിലും വിഷയമല്ല. അപ്പൊ ഇതിനകത്ത് ഒന്നുകിൽ രണ്ട് ബോഡിയും വളരെ വലിയ ബോഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബോഡിയെങ്കിലും വളരെ വലുതായിരിക്കണം, മാസ് വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ any two bodies in the universe is given by F is equal to G m1 m2 divided by r square. That is, it is inversely proportional to r square. ആണ് ഇതിനെ പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഗ്രാവിറ്റേഷൻ, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഗ്രാവിറ്റേഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇത് ഏത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് 2-3 പ്രത്യേകതകളുണ്ട്. ഇതുമായിട്ട് സിമിലാരിറ്റി വരുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്. അത് നമ്മൾ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുക. മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്, ഇലക്ട്രിക് ഫോഴ്സും ഉണ്ട്.
രണ്ട് ചാർജുകൾ തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ വെച്ചാൽ ഇപ്പൊ ഇതുപോലെ തന്നെ when two charges Q1 ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രം Q1 and Q2 separated by a distance r, then there is a force of attraction or repulsion between these two charges. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൾഷൻ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൾഷൻ. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ there is an attraction. അപ്പൊ അവിടെ ഈ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താകാം? അട്രാക്റ്റീവ് ഫോഴ്സും ആകാം, റിപ്പൾസീവ് ഫോഴ്സും ആകാം. That force is directly proportional to the product of their charges and it is inversely proportional to the square of the distance between them. അപ്പൊ ഇതിനെ എന്ത് പേര് പറയും? ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രിസിറ്റി. കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. പോട്ടെ, അവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ there is a constant. ഞാൻ ആ കോൺസ്റ്റന്റ് എന്താണെന്ന് പറയുന്നില്ല, നമുക്ക് ആവശ്യം അതൊക്കെ സെക്കൻഡുകൾ നമുക്ക് ഓടിക്കാം. അപ്പൊ F is equal to A into Q1 Q2 divided by R square. ഇവിടെയാണെങ്കിൽ GM1M2 divided by, ഇതുപോലെ മാഗ്നറ്റിസിനകത്ത് ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഉണ്ട്. ഇൻവേഴ്സ് സ്ക്വയർ ലൈൻ മാഗ്നറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ആപ്ലിക്കബിൾ അല്ല, എന്നാൽ നമുക്ക് തൽക്കാലം ഞാൻ അതൊന്നും പറയുന്നില്ല. ഇവരെ ഡിഫറൻസ് പറയാൻ വേണ്ടി ഞാൻ പറയാണ്, this is the weakest force in nature. Gravitational force is always attractive. ഈ ഫോഴ്സ് അട്രാക്റ്റീവ് ആകാം, റിപ്പിൾ. This law is applicable to every body in the universe. This is always attractive. ഒന്ന്. രണ്ടാമത്തെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ this is applicable to every body in the universe. മൂന്നാമത്തത് it is the weakest force in nature. നേച്ചർ കാണുന്ന ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സാണ്. ഇനിയുണ്ടൊരു പ്രത്യേകത, ഈ രണ്ട് ചാർജിനെയും എടുത്ത് നമ്മൾ ഒരു മീഡിയത്തിൽ വെക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സിന് വ്യത്യാസം വരും. When these two charges are placed in a medium, നമ്മൾ ലിക്വിഡിനകത്തേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ ഫോഴ്സിന് ചേഞ്ച് ഉണ്ടാവും. പക്ഷേ ഈ രണ്ട് മാസുകളെയും എടുത്ത് നമ്മൾ ലിക്വിഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ there is no change in force. അതിന്റെ അർത്ഥം ഇതിനിടയിലുള്ള മീഡിയത്തിന് ഇയാൾ ഡിപ്പെൻഡ് ചെയ്യില്ല. Gravitational force is independent of the medium in between the masses or intervening medium. പക്ഷേ ഇലക്ട്രിക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇന്റർവെനിങ് മീഡിയം. മാഗ്നറ്റിക് ഫോഴ്സും ഇന്റർവെനിങ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ 4 പ്രത്യേകതകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ദ ഗ്രാവിറ്റേഷണൽ ലോ ഈസ് ആപ്ലിക്കബിൾ ടു എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ്. ഇറ്റ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ്. ഇറ്റ് ഈസ് എ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ലാസ്റ്റ് വൺ, the gravitational force between the two masses is independent of the medium in between. അതിനിടയിലിരിക്കുന്ന മീഡിയം എന്തെങ്കിലും വെച്ചാൽ ഫോഴ്സിന് ഒരു വ്യത്യാസവും വരില്ല. ഇത് മൂന്നും നമ്മളൊന്ന് ജസ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് M1 ഡ്യൂ ടു M2? M1 കിട്ടുന്ന ഫോഴ്സ് എത്ര? ഞാൻ പറഞ്ഞു F1 ഈസ് ഈക്വൽ ടു G(M1 M2) ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അപ്പൊ തിരിച്ചു ചോദിക്കും, M2 കിട്ടുന്ന ഫോഴ്സ് എത്രയാണ്? M1 M2 കൊടുക്കുന്ന ഫോഴ്സ് എത്ര? ദാറ്റ് ഈസ് F2 ഈസ് ആൾസോ ഈക്വൽ ടു G(M1 M2) ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഫോഴ്സ് ആണല്ലോ, ഫോഴ്സ് ആണെങ്കിൽ വെക്ടർ ആണ്, വെക്ടർ ആണെങ്കിൽ അതിനകത്ത് ഉണ്ടാകണം ഡയറക്ഷൻ ഉണ്ടാകണം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ്? M1 എന്ന് പറയുന്ന മാസിനെ M2 ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. M2 എന്ന് പറയുന്ന മാസിനെ M1 ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇതിലേ കൂടിയാണ് അവരെ ജോയിൻ ചെയ്യുന്ന ലൈനിലൂടെ. അതുകൊണ്ട് നമ്മൾ ചോദിക്കും, വാട്ട് ഈസ് എ വെക്ടർ റെപ്രസെന്റേഷൻ ഓഫ് ദിസ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ കേസ് പറയുന്നു, F1ന്റെ വെക്ടർ റെപ്രസെന്റേഷൻ R ക്യാപ്പ് ഇടുക. കാരണം ആറിലൂടെ എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 എന്ന് പറയുന്ന മാസിൽ നിന്നും 2 എന്ന് പറയുന്ന മാസിലേക്ക്. 12 എന്നല്ല ഇതിന്റെ അർത്ഥം. G(M1M2) ഡിവൈഡ് ബൈ R സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ R ഫ്രം 1 to 2. ഇവന്റെ കേസിൽ എന്ത് പറയാം? F2 ഈസ് ഈക്വൽ ടു G(M1M2) ഡിവൈഡ് ബൈ R സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ R ഫ്രം 2 to 1. 2ൽ നിന്നും 1ലേക്ക്. ഇങ്ങനെ ചോദിക്കത്തില്ല, പക്ഷെ നിങ്ങൾ എഴുതിയിരിക്കുക, ദ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ലോ F ഈസ് ഈക്വൽ ടു G(M1 M2) ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ R. ഈ ഡിസ്റ്റൻസിൽ നമ്മൾ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ x സ്ക്വയർ ഇൻറ്റു x ക്യാപ്പ്. ഇതിനെ y ആയിട്ട് എടുക്കുകയാണെങ്കിൽ G(M1M2) ഡിവൈഡ് ബൈ y സ്ക്വയർ ഇൻറ്റു y ക്യാപ്പ് എന്ന് വേണം എഴുതാം. പക്ഷേ ഇതിന് വേറൊരു രീതിയിൽ കൂടി എഴുതാം, ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു G(M1 M2) ഡിവൈഡഡ് ബൈ R ക്യൂബ് ഇൻറ്റു വെക്ടർ R. സാറേ ഇൻവേഴ്സ് സ്ക്വയർ ലോ അല്ലേ, പിന്നെ ഇവിടെ ക്യൂ എങ്ങനെയെന്നോ? അതിന്റെ അർത്ഥം വെക്ടർ R മീൻസ് ദർ ഈസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാകും വെക്ടർ R.
അപ്പോൾ നമ്മൾ ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ആർ ക്യാപ്പ് എന്ന് കിട്ടും. ആർ ക്യാപ്പിനകത്ത് ഒരാറും ഇതും കൂടെ ക്യാൻസൽ ആയിട്ട് ആർ സ്ക്വയർ, പഴയ ആൻസർ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ആർ സ്ക്വയർ ആണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ യൂണിറ്റ് വെക്ടർ ആർ, ഇവിടെ ആർ ക്യൂബ് ആണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ വെക്ടർ ആർ എന്ന് എഴുതണം. രണ്ടും ശരിയാണ്. മിക്കവാറും എൻട്രൻസിലൊക്കെ ചോദിക്കുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇത് തരത്തില്ല, നമ്മൾ തെറ്റിക്കും. മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാത്തവരെ തെറ്റിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഇത് വെക്ടർ ആർ മീൻസ് ദർ ഈസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് ഈസ് ഗിവൺ ബൈ G(m(2) divided by r square. In vector form it is equal to G(m(2) divided by r square into unit vector r, or it is equal to G(m(2) divided by r cube into vector r. This is a vector representation. ഇനി നമ്മൾ ഗ്രാവിറ്റേഷൻ ആത്ത നമ്മുടെ നെക്സ്റ്റ് ടേം ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? What is gravitation? Gravitational field is a region in which a particle experiences a gravitational force. നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. നമ്മൾ ഇവിടെ ഒരു മാഗ്നറ്റിനെ എടുത്തു വെച്ചു. ഞാൻ ഇവിടെ ഒരു അയൺ പീസിനെ വെച്ചപ്പോൾ ഇവൻ അട്രാക്ട് ചെയ്തു, ഇവിടെ വെച്ചപ്പോൾ അട്രാക്ട് ചെയ്തു, ഇവിടെ വെച്ചപ്പോൾ അട്രാക്ട് ചെയ്തു. അതിൻ്റെ അർത്ഥം ഈ ഇരിക്കുന്ന അയൺ പീസിന് ഒരു ഫോഴ്സ് കിട്ടി, ഇവിടെ ഇരിക്കുന്ന അയൺ പീസിന് ഒരു ഫോഴ്സ് കിട്ടി, ഇവിടെ ഇരിക്കുന്ന അയൺ പീസിന് ഒരു ഫോഴ്സ് കിട്ടി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പീസുകൾക്കെല്ലാം ഓരോ ഫോഴ്സ് കിട്ടിയതുകൊണ്ട് ഈ മാഗ്നറ്റിന്റെ ഫീൽഡ് ആണ് ഇതെല്ലാം. പക്ഷേ ഇവിടെ വെച്ചപ്പോൾ ദർ ഈസ് നോ ഫോഴ്സ് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ. അതിനകത്ത് ഒരു ഫോഴ്സും കിട്ടിയില്ല എങ്കിൽ ഈ മാഗ്നറ്റിന്റെ ഫീൽഡ് അല്ല. What is magnetic field? It is a region in which a particle experiences a magnetic force. Magnetic force കിട്ടുന്ന region നമ്മൾ പറയുന്നവരാണ് magnetic field. ഇലക്ട്രിക് ഫോഴ്സ് കിട്ടുന്ന റീജിയൻ അപ്പോൾ എന്ത് പേര് പറയാം? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടുന്ന ഫീൽഡിനെ എന്ത് പറയാം? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്തൊരു മാസിനെ എടുത്തു വെച്ചു. ഇതിന്റെ അടുത്ത് ഇവിടെ ഒരു മാസിനെ വെച്ചപ്പോൾ ഇവൻ ഇതിനെ അട്രാക്ട് ചെയ്തു, ഇവിടെ വെച്ചപ്പോഴും അട്രാക്ട് ചെയ്തു, ഇവിടെ വെച്ചപ്പോഴും അട്രാക്ട് ചെയ്തു. അതിന്റെ അർത്ഥം ഈ മാസിന്റെ ഫീൽഡ് ആണ് ഇതെല്ലാം. എന്നാൽ ഇവിടെ വെച്ചപ്പോൾ എനിക്ക് അട്രാക്ട് ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഓ, ഇവന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അവിടെ ഇല്ല. What is gravitational field? It is a region in which a particle experiences a gravitational force. അപ്പൊ ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവനാണോ കൂടുതൽ ഫോഴ്സ് കിട്ടുക, രണ്ടാമത്തെ പാർട്ടിക്കിളിനാണോ കൂടുതൽ ഫോഴ്സ് കിട്ടുക, അതോ മൂന്നാമത്തെ പാർട്ടിക്കിളിനാണോ കൂടുതൽ ഫോഴ്സ് കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണു അടച്ചോണ്ട് പറയും, സാറേ ഫസ്റ്റ് പാർട്ടിക്കിളിനായിരിക്കും കൂടുതൽ ഫോഴ്സ് കിട്ടുക. ശരിയാണ്. ഇവനെ ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് അട്രാക്ട് ചെയ്യും, പെതുക്കെ വളരെ പെതുക്കെ ആയിരിക്കും. അതിന്റെ അർത്ഥം ഈ മാസിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ ഇവിടെയാണ്, അതിനേക്കാൾ കുറവ് ഇവിടെയാണ്, ഏറ്റവും കുറവ് ഇവിടെയാണ്, അവിടെ ഇല്ല. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സ്ട്രെങ്തിനെ നിങ്ങൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെയാണെന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഫോഴ്സ് കിട്ടിയത് ഇവനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഇവിടെയാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ പാർട്ടിക്കിളിന് കിട്ടുന്ന ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് പാർട്ടിക്കിളിന് കിട്ടുന്ന ഫോഴ്സ്? അവിടെയാണ് നമ്മൾ കണ്ടീഷൻ പറയുക. ഇവിടെ 1 കിലോഗ്രാം 1 യൂണിറ്റ് മാസിന് വെച്ചാൽ, യൂണിറ്റ് മാസ് 1 കിലോഗ്രാം മാസിന് വെച്ചാൽ അവന് കിട്ടുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. ഇപ്പൊ ഞാൻ ഇതെല്ലാം നിർത്തി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ്. ഇവിടെ എവിടെ വെച്ച് കഴിഞ്ഞാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടും. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം, സാർ ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാണ്, ഇന്റൻസിറ്റി എത്രയാണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കഴിഞ്ഞു. വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്? ഇറ്റ് ഈസ് എ റീജിയൻ ഇൻ വിച്ച് എ പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയാണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? അപ്പൊ ഞാൻ എന്ത് പറയും? ഈ പോയിന്റിലെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഇവിടെ 1 കിലോഗ്രാം മാസിന് വയ്ക്കുക. ആ 1 കിലോഗ്രാം മാസിന് കിട്ടുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. ധാരണ ഉണ്ടാക്കിയാൽ മതി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് മാസ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഏത് പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണമോ അവിടെ 1 കിലോഗ്രാം യൂണിറ്റ് മാസ്
യൂണിറ്റ് മാസിനെ വെച്ചാൽ, യൂണിറ്റ് മീൻസ് 1, യൂണിറ്റ് മാസിനെ വെച്ചാൽ അവന് കിട്ടുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും ചോദിക്കും, ശരി സാർ ഞങ്ങൾ സമ്മതിച്ചു, സാർ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഒന്ന് കണ്ടുപിടിക്കുമോ? അവന് കണ്ടുപിടിക്കാം. ഞാൻ എന്ത് ചെയ്യും? എവിടെന്നെങ്കിലും 1 കിലോഗ്രാമിനെ കൊണ്ടൊന്ന് ഇവിടെ വെക്കണം, 1 കിലോഗ്രാം. ഞാൻ ഇവിടെ എല്ലാം നോക്കിയിട്ട് there is no യൂണിറ്റ് മാസ്, യൂണിറ്റ് മാസിനെ കാണാനില്ല. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നാണക്കേടല്ലേ? ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്നിട്ട് m കിലോഗ്രാമിനെ കയ്യിൽ കിട്ടിയ ഒരു മാസിനെ എടുത്തു വെച്ചു. ആ മാസിന് കിട്ടുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ, m കിലോഗ്രാമിന് കിട്ടുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ, യൂണിറ്റ് മാസിന് കിട്ടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? എഫ് ഡിവൈഡഡ് ബൈ എം. ഇതിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. ഫോഴ്സ് പെർ യൂണിറ്റ്, അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. അപ്പൊ ഇവന്റെ യൂണിറ്റ് എന്തായിരിക്കണം? ന്യൂട്ടൺ പെർ കിലോഗ്രാം. ന്യൂട്ടൺ പെർ കിലോഗ്രാമിന് വേറെ എന്തെങ്കിലും യൂണിറ്റ് മനസ്സിൽ വരുന്നുണ്ടോ? ഓർത്ത് നോക്കൂ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം എഫ് ഈസ് ഈക്വൽ ടു എം എ. Therefore A is equal to F divided by M. അപ്പോൾ ഫോഴ്സ് ബൈ മാസ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. Therefore അതിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. Its unit is equal to Newton per kilogram, or it is equal to meter per second square, and the dimension is equal to LT raised to -2, and it is a vector quantity because acceleration is a vector. Acceleration vector ആയതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റിയും വെക്ടർ ആണ്. അപ്പോൾ ചോദിക്കും, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി? ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. നമ്മൾ വിശദമായിട്ട് പറയും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി വിശദം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡെഫിനിഷൻ മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി? ഇറ്റ് ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. Its unit is equal to Newton per kilogram, or it is equal to meter per second square. Dimension is LT raised to -2, and it is a vector quantity. The direction of gravitational field intensity is in the direction of force. അത് നമുക്കിപ്പോൾ വിശദമായിട്ട് പറയാം. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. അത് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ എർത്ത് ഒരു വലിയ മാസ് ആണല്ലോ, ഞാൻ പറഞ്ഞ അതെ. അപ്പൊ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? അതാണ് നമ്മൾ അടുത്തത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത്. അത് നമ്മൾ എന്ത് പറയുന്നു? കൺസിഡർ ദ എർത്ത് ആസ് എ പെർഫെക്റ്റ് സ്ഫിയർ. എർത്തിന് നമ്മളൊരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവന്റെ മാസ് എം ആണ്, റേഡിയസ് എന്ന് പറയുന്നത് 6 എർത്തിന്റെ മാസ് എത്രയാ? എർത്തിന്റെ മാസ് നമുക്കറിയാതല്ല, നിയർലി 6 × 10⁻²⁴. എർത്തിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഒന്ന് എടുത്ത് പഠിച്ചു വയ്ക്കണം. 6400 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 6400 then 000 മീറ്റർ. 64 lakhs മീറ്റർ. അത് വിട്ടുകള നേരെ 6400 കിലോമീറ്റർ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഈ എർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിന് ചുറ്റും ഇരിക്കുന്ന എല്ലാവരെയും ഇയാൾ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എവിടെയും ചാടി പോകാൻ പറ്റാതെ എർത്തിന്റെ പുറത്ത് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചാടിയാലും തിരിച്ചു വരും. കാരണം എന്താണ്? എർത്ത് നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? What is the gravitational field intensity at the surface of Earth? എർത്തിന്റെ സർഫസിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ഞാൻ പറഞ്ഞു, എർത്തിന്റെ എൻറ്റയർ മാസ് ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ. എർത്തിന്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ. ഇവിടത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ 1 കിലോഗ്രാമിനെ എടുത്തു വെച്ചു. 1 കിലോഗ്രാം. ഈ 1 കിലോഗ്രാമിന് ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു G ക്യാപിറ്റൽ എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ r². ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് അറ്റ് ദ സർഫസ്. സർഫസിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് അപ്പൊ ഈ 1 ഇവിടെ എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു GM/r². വല്ല ഐഡിയ ഉണ്ടോ? ഇപ്പോൾ ഐഡിയ കിട്ടും. നോക്കുക, നമ്മൾ ഇവിടെ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എമ്മിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആറിന്റെ സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പോൾ നിങ്ങൾക്ക് കത്തിക്കാണും ഇത് എന്താ സാധനമെന്ന്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി.
അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇനി തെറ്റിക്കും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ പറയുന്നവരാണ് ഇതിന്റെ വാല്യൂ. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ഐ എന്ന് എഴുതത്തില്ല. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് അറ്റ് ദ സർഫസ് ഈസ് ഈക്വൽ ടു gm/r², where g is the gravitational constant, m is the mass of the earth, and r is the radius of the earth, which is equal to 6,400 km. By substituting the value of g, m and r², the value of g is equal to 9.8 meter per second square. അപ്പോൾ ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, എവിടെയെങ്കിലും ക്യാപിറ്റൽ ജിയും എർത്തിന്റെ മാസും വരികയാണെങ്കിൽ നമുക്കതിനെ gr² എന്ന് എഴുതാം. പഠിച്ചു വെക്കണം, gr². ഇത് എർത്തിന്റെ കേസിൽ മാത്രമല്ല, ഏത് പ്ലാനറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ബോഡിയുടെ ജിയും എമ്മും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ ഇപ്പൊ നമ്മൾ ഇതിന് പകരം സണ്ണിനെയാണ് നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത് എഴുതുക. ജി ഇൻറ്റു സണ്ണിന്റെ മാസ് ഈസ് ഈക്വൽ ടു സണ്ണിന്റെ ഗ്രാവിറ്റി ഇൻറ്റു സണ്ണിന്റെ റേഡിയസ് സ്ക്വയർ. ഇത് മൂണാണെങ്കിൽ മൂണിന്റെ ജി ഇൻറ്റു മാസ് ഓഫ് മൂൺ ഈസ് ഈക്വൽ ടു ജി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് മൂണ് ഇൻറ്റു മൂണിന്റെ റേഡിയസ് സ്ക്വയർ. ഇത് എർത്ത് ആകണമെന്നൊരു നിർബന്ധമില്ല. ഏതൊരു പ്ലാനറ്റ് ആണെങ്കിലും ഏതൊരു ബോഡി ആണെങ്കിലും അവന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഈസ് ഈക്വൽ ടു gm/r. അപ്പൊ ചോദിക്കും നമുക്കും ഉണ്ടോ സാറേ ആക്സലേഷൻ? ഉണ്ട്, പക്ഷെ നെഗ്ലിജിബിൾ ഈസ് സ്മാൾ. കാരണം ജി ഇവിടെ വരും. ഈ ജിയുടെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് നമ്മുടെ മാസം വളരെ ചെറുതായതുകൊണ്ട് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു എ ഹ്യൂമൻ ബോഡി ഈസ് ഈക്വൽ ടു നെഗ്ലിജിബിൾ സ്മാൾ. ഇത് വലിയ ബോഡികൾക്ക് മാത്രമേ. അപ്പോൾ ഓർക്കുക, ഇനി നമ്മൾ അങ്ങോട്ട് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും gm കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? gr². g is the acceleration due to gravity at the surface of that planet and r is the radius of that planet. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് മനസ്സിലായിക്കോണം. അപ്പൊ എന്തായാലും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു gm/r². അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഞാനത് ഇവിടെ എഴുതിയിടുന്നു. ആ ജി ഇൻറ്റു എം ഈസ് ഈക്വൽ ടു gr². ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കും, അതിനു വേണ്ടി ഞാൻ അവിടെ എഴുതിയിടുന്നു. ഓക്കെ. അപ്പൊ എർത്തിന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു gm/r². അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഞാൻ പറഞ്ഞു g ഈസ് ഈക്വൽ ടു gm/r². മാസ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എർത്തിന്റെ ഡെൻസിറ്റി അറിയാമെങ്കിൽ ഡെൻസിറ്റിയുടെ ടൈമിൽ നമുക്ക് ജി കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി? ഡെൻസിറ്റി റോ എന്ന് എഴുതാം. ഡെൻസിറ്റിയുടെ ടൈമിൽ ജിയുടെ വാല്യൂ. അപ്പൊ നമ്മൾ എഴുതും എർത്തിന്റെ മാസ് എം ഈസ് ഈക്വൽ ടു എർത്തിന്റെ വോളിയം 4/3πr³ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് എർത്ത്. ഇതിന്റെ വാല്യൂ എടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ g/r² ഇൻറ്റു 4/3πr³ റോ. r² r³ കൂടെ ക്യാൻസൽ ആയി. Therefore, acceleration due to gravity in terms of density is equal to 4/3πgr rho. This is the equation for acceleration due to gravity in terms of density. നിങ്ങളുടെ എക്സാമിനേഷൻ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അതിനകത്ത് ഓർക്കുക g is equal to gm/r² ഓർക്കുക. ദെൻ മാസ് ഈസ് ഈക്വൽ ടു 4/3πr³ റോ. എൻട്രൻസിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കും. നമ്മുടെ എൻട്രൻസിലേക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് ഓർത്തിരിക്കുക. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു കോൺസ്റ്റന്റ് ആണോ? നിങ്ങൾ ഉടനെ പറയും കോൺസ്റ്റന്റ് ആണ്. അല്ല, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസിൽ നമ്മൾ ഈ ചുറ്റുവട്ടത്തേക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരും, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ്? ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് തുടങ്ങാം. 4 ഫാക്ടേഴ്സ് ആണുള്ളത്. അതായത് 3 എണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഷേപ്പ് ഓഫ് എർത്ത്.
എർത്തിന്റെ ഷേപ്പിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. അതെങ്ങനെ സാർ? നമ്മൾ ഈ എർത്തിനെ പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ടല്ലേ എടുത്തത്. ആക്ച്വലി എർത്തിന്റെ ഷേപ്പ് ഇത് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പാണ്. ഇതിലേ കൂടിയാണ് എർത്ത് കറങ്ങിക്കൊണ്ടേയിരിക്കുക. എർത്ത് കറങ്ങുന്ന ഇതിലേ കൂടിയാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പോൾസ്. ഇതിന് പറയുന്ന പേരാണ് ഇക്വേറ്റർ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഇക്വറ്റോറിയൽ റേഡിയസ് ഈസ് ഗ്രേറ്റർ ദാൻ പോളാർ റേഡിയസ്. പോളാർ റേഡിയസ് ഇക്വറ്റോറിയൽ റേഡിയസിനേക്കാൾ കുറവാണ്. ജിക്കുള്ള ഇക്വേഷൻ എന്താണ്? gm/r². അപ്പോൾ ആറിന്റെ വാല്യൂ കുറവാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കണം. അപ്പൊ ഇതാണല്ലോ പോള്, ഇതാണല്ലോ ഇക്വേറ്റർ. Therefore ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പോൾ ഈസ് ഗ്രേറ്റർ ദാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഇക്വേറ്റർ. സാധാരണ നമ്മുടെ ഇക്വേറ്ററിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മളൊക്കെ ഏകദേശം നിയർലി ഇക്വേറ്ററിലാണ്. നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു 9.8 ആണ്. പക്ഷേ പോൾസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു നമ്മൾ പറഞ്ഞ 10 ആണെന്ന് പറയാറുണ്ട്. കാരണം അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. പോൾസിലെ ഗ്രാവിറ്റി കൂടുതലായിരിക്കും, ഇക്വേറ്ററിലെ ഗ്രാവിറ്റി കുറവായിരിക്കും. ഒന്ന് ഷേപ്പിനനുസരിച്ച്. രണ്ടാമത്തത് ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച്. നമ്മൾ ഈ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് പറയാൻ വേണ്ടി എർത്തിനെ വീണ്ടും നമ്മളൊരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന്റെ റേഡിയസ് r ആണ്, ഇവന്റെ മാസ് m ആണ്. ഇവിടെ നിന്നും വളരെ വലിയൊരു ഹൈറ്റിലേക്ക് നമ്മൾ പോയാൽ ഇവിടത്തെ ഗ്രാവിറ്റി എത്ര എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മൾ ഓർക്കുക, ഈ ഡിസ്റ്റൻസിനെ സ്മാൾ r ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടത്തെ ഗ്രാവിറ്റി g' ഈസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ സ്മാൾ r². where small r is equal to capital R plus h. Therefore gm ന് പകരം ഞാൻ എന്ത് എഴുതുന്നു? gr². gr² ഡിവൈഡഡ് ബൈ r plus h the whole square. അപ്പൊ നമ്മൾ ദൂരെ മുകളോട്ട് പോകുന്തോറും സ്മാൾ ആറിന്റെ വാല്യൂ കൂടി വരും. സ്മാൾ ആറിന്റെ വാല്യൂ കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നീ r² പിടിച്ച് താഴെ കൊണ്ടുവരുമ്പോൾ g' ഈസ് ഈക്വൽ ടു g ഡിവൈഡഡ് ബൈ r പ്ലസ് h ബൈ r ദ ഹോൾ സ്ക്വയർ. ഇതിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിന്റെ താഴെയായിരിക്കും പോകുക. r/r ഈസ് ഈക്വൽ 1, h/r ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് h ഡിവൈഡഡ് ബൈ r ദ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. മുകളിലേക്ക് പോകുന്തോറും എച്ചിന്റെ വാല്യൂ കൂടും. ആസ് എച്ച് ഇൻക്രീസസ് ഡിനോമിനേറ്റർ ഇൻക്രീസസ്, therefore g ഡിക്രീസസ്. അപ്പോൾ എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂ കുറയും. നമ്മുടെ സർഫസിൽ ജി എത്രയാണ്? 9.8. അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്നത് 9.8, 9.7, 9.6, 9.5 ഇങ്ങനെ കുറഞ്ഞു പോകും. എപ്പോൾ 0 ആവും? ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ മാത്രമേ, അറ്റ് ഇൻഫിനിറ്റി g' ഈസ് ഈക്വൽ ടു 0. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ജിയുടെ വാല്യൂ കുറഞ്ഞ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ മാത്രമേ g 0 ആകാവൂ. അപ്പൊ ദിസ് ഈസ് ദ ഇക്വേഷൻ. പക്ഷേ നമ്മളൊരു കണ്ടീഷൻ പറയും. ഇഫ് h ഈസ് വെരി മച്ച് ലെസ് ദാൻ r. ഇതിന്റെ അർത്ഥം എന്താ? എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്. നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു 2 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ, പറയുന്നു 6400 കമ്പയർ ചെയ്യുമ്പോൾ 2 കിലോമീറ്റർ ഈസ് വെരി 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 സ്മാൾ. അപ്പൊ ഈ h ഈസ് വെരി വെരി സ്മാൾ. അപ്പൊ എന്ത് പറ്റുമെന്ന് അറിയാമോ? g' ഈസ് ഈക്വൽ ടു g ഇൻറ്റു 1 പ്ലസ് h ബൈ r ദ ഹോൾ റൈസ് ടു -2 എന്ന് എഴുതും. ഇതിനെ മേടിക്കൊണ്ടു. എച്ചിന്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ h/r ഈസ് വെരി സ്മാൾ. h/r ഈസ് വെരി സ്മാൾ ആണെങ്കിൽ 1 പ്ലസ് എക്സ് റൈസ് ടു n-ന് 1 പ്ലസ് nx എന്ന് എഴുതാം. ഇതൊക്കെ നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. 1 പ്ലസ് എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു 1 പ്ലസ് nx. അപ്പൊ ഇവിടെ n-ന്റെ സ്ഥാനത്ത് ആരാണ് കിടക്കുക? -2. അതിന് ഇവിടെ എടുത്തിടുമ്പോൾ 1 മൈനസ് 2h/r എന്ന് കിട്ടും. ഇത് എപ്പോൾ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുക? ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ h ഈസ് വെരി മച്ച് ലെസ് ദാൻ r. എച്ചിന്റെ, അതായത് നമ്മളിതിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്
നമ്മുടെ എർത്തിന്റെ റേഡിയസ് എത്രയാണ്? 6400 കിലോമീറ്റർ. വാട്ട് ഈസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഓഫ് 2 കിലോമീറ്റർ? അപ്പോൾ 6400 കമ്പയർ ചെയ്യുമ്പോൾ 2 കിലോമീറ്റർ ഈസ് നെഗ്ലിജിബിളി സ്മാൾ. അപ്പോൾ ഇത് ഉപയോഗിക്കാം. ഏത് ഇക്വേഷൻ? 1 - 2h/r എന്ന് പറയുന്നത്. g ഡാഷ് ഈസ് ഈക്വൽ ടു g × 1 - അപ്പൊ hന്റെ സ്ഥാനത്ത് 2 കിലോമീറ്റർ ഇട്ട് കൊടുക്കാം. വാട്ട് ഈസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഓഫ് 10 കിലോമീറ്റർ? 10 കിലോമീറ്ററും നെഗ്ലിജിബിളി സ്മാൾ ആണ്. ഇത് ഉപയോഗിക്കാം. What is acceleration due to gravity at a height of 500 kilometer? ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം 6400 കമ്പയർ ചെയ്യുമ്പോൾ 500 ചെറുതല്ല. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എച്ചിന്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാവൂ. ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ only for h is very much less than r, then only this equation is applicable, or otherwise use this equation. അപ്പൊ ചോദിക്കും സാറേ 2 കിലോമീറ്ററിന് ഇത് ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം. ഇത് എവിടെയും ഉപയോഗിക്കാം. പക്ഷെ 2 കിലോമീറ്ററിന് ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കാൽക്കുലേഷൻ വളരെ പാടായിട്ട് മാറും. അതുകൊണ്ട് വളരെ ചെറിയ ഹൈറ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ ചോദിക്കും സാറേ 2 മീറ്റർ ആണെങ്കിലോ? ജിക്ക് വ്യത്യാസം വരില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 ഡയമെൻഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഒരു കല്ലിനെ എടുത്ത് മേലോട്ട് എറിഞ്ഞു, ത്രൂ ഔട്ട് ജി കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഒരു 100 മീറ്റർ മുകളിൽ നിന്ന് ഒരു കല്ലിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു, ജിക്ക് വ്യത്യാസം വരില്ല. അപ്പൊ ജിക്ക് വ്യത്യാസം വരണമെങ്കിൽ വലിയ ഹൈറ്റിലേക്ക് പോകണം. ആ ഹൈറ്റ് 2 കിലോമീറ്റർ 3 കിലോ ഈ ഹൈറ്റിലേക്ക് പോകണം. അങ്ങനെ ചെറിയ കിലോമീറ്റർ ഹൈറ്റുകളാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. വളരെ വലിയ ഹൈറ്റുകളാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാവൂ. പറഞ്ഞ മനസ്സിലാവും. അപ്പൊ എന്തായാലും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദ സർഫസ്. വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. വിത്ത് ഓൾട്ടിറ്റ്യൂഡ് അറ്റ് എ ഹൈറ്റ് h from the surface of earth, acceleration due to gravity g dash is equal to g divided by 1 plus h/r the whole square. hന്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ g dash is equal to g into 1 minus 2h/r എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ 2 ഫാക്ടർ നമ്മൾ കഴിഞ്ഞു. 2 ഫാക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ഫാക്ടർ നമ്മൾ എടുക്കുക. തേർഡ് ഫാക്ടർ. മൂന്നാമത്തെ ഇവിടെ തന്നെ എഴുതുന്നു. മൂന്നാമത്തെ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് വിത്ത് ഡെപ്ത്. താഴോട്ട് പോകുമ്പോൾ, എർത്തിന്റെ സർഫസിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എർത്തിനെ വീണ്ടും ഞാനൊരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവന്റെ മാസ്, ടോട്ടൽ മാസ് m ആണ്. ഇവിടെ നിന്നും ഡി ഡെപ്ത് താഴെ ഉണ്ടാകുന്ന ഈ പോയിന്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര? ഇവിടത്തെ ഗ്രാവിറ്റി എത്ര? എർത്തിന്റെ റേഡിയസ് r ഇവിടെ. അപ്പൊ നമ്മൾ പറയും ശരി, സെൻട്രലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കാം. സെൻട്രൽ ഡിസ്റ്റൻസ് സ്മാൾ ആർ എന്ന് എടുക്കാം. സ്മാൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ മൈനസ് ഡി. ഇത്രയുമാണ് ക്യാപിറ്റൽ ആർ. ഇത് ഡി ആണെങ്കിൽ ഇത് ആർ മൈനസ് ഡി. അപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. എർത്തിന്റെ മാസ് m ആണല്ലോ. അപ്പൊ നമ്മൾ എഴുതും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ജി ഡാഷ് ഈസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് തെറ്റാണ്. അതെന്താ സാറേ? ഇവിടെ ആകുമ്പോൾ gm ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ, ഇവിടെ വന്നപ്പോൾ gm ബൈ സ്മാൾ ആർ സ്ക്വയർ, പിന്നെ ഇവിടെ വരുമ്പോൾ എന്താണ് gm ബൈ സ്മാൾ ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റാത്തത്? എഴുതരുത്. കാരണം ഇവിടെ ഗ്രാവിറ്റി ഉണ്ടാകാൻ കാരണം ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മളൊരു സ്പിയർ കൺസിഡർ ചെയ്താൽ ആ സ്പിയറിനകത്തിരിക്കുന്ന മാസ് മാത്രമേ അവിടെ ഗ്രാവിറ്റി ഉണ്ടാകൂ. ഇത്രയും മാസ് മാത്രമേ ഇവിടെ ഗ്രാവിറ്റി ഉണ്ടാകൂ. അതിന് പുറത്തിരിക്കുന്ന ഈ മാസുകൾ ഒരിക്കലും അവിടെ ഗ്രാവിറ്റി ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? എം എന്ന് എഴുതാൻ പറ്റില്ല, എം ഡാഷ് എന്ന് എഴുതണം. വാട്ട് ഈസ് എം ഡാഷ്? എം ഡാഷ് ഈസ് എ മാസ് ഇൻസൈഡ് ദി സ്പിയർ. ഈ സ്പിയറിനകത്തിരിക്കുന്ന ഇത്രയും മാസ്, ഇതിനകത്തിരിക്കുന്ന ഇത്രയും മാസ്, അതാണ് എം ഡാഷ്. ടോട്ടൽ മാസ് ആണ് എം. അപ്പോഴേക്കും സാർ അതെങ്ങനെ കണ്ടുപിടിക്കും? എം ഡാഷിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ. എം ഡാഷ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. കാരണം സ്പിയർ അല്ലേ, വോളിയം മാറുമ്പോൾ മാസ് മാറും, ഡെൻസിറ്റി ത്രൂ ഔട്ട് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ദാറ്റ് ഈസ് ആർ ക്യൂബ്.
and m dash is directly proportional to small r cube. പിടികിട്ടിയോ? കാരണം വോളിയം കൂടുന്തോറും മാസ് കൂടും. അപ്പൊ ചെറുതിന്റെ മാസ് ചെറുതിന്റെ വോളിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. വലുതിന്റെ മാസ് അവന്റെ വോളിയത്തിന്. വോളിയം എന്താണ്? 4/3 പൈ. 4/3 പൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താണ് ചേഞ്ച് ചെയ്യുക? റേഡിയസ്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് ടോട്ടൽ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് and mass of this smaller sphere m dash is directly proportional to small r cube. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ m dash divided by m ഇതേ ബൈ ഇത് is equal to small r cube divided by capital R cube. ഇവിടെ നിന്ന് m ഡാഷിന്റെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? g dash is equal to g by r square into capital M r cube divided by r cube. And r square r cube കൂടെ ക്യാൻസൽ ആയി. Therefore it is equal to gm by r cube into r. gm ന് പകരം എന്ത് എഴുതാം? gr square into small r divided by r cube. ആര് ക്യാൻസൽ ആയി പോവും? r square r cube കൂടെ ക്യാൻസൽ ആയി. Therefore answer is equal to gr divided by capital R is equal to g dash. ഒന്നുകൂടെ എഴുതുന്നു. g dash is equal to g by capital R into small r. g is a constant, capital R is a constant. അതിന്റെ അർത്ഥം g dash is directly proportional to r. എന്ത് മനസ്സിലായി? എർത്തിനകത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെന്ററിൽ നിന്ന് ദൂരോട്ട് പോകുന്നതോറും കൂടി വരും. അതായത് സെന്ററിൽ ഓർക്കുക, സെന്ററിൽ സ്മാൾ ആർ എത്രയാണ്? സ്മാൾ ആർ ഈസ് ഈക്വൽ ടു 0. therefore g dash is equal to 0. അപ്പോൾ ഇവിടെ ജിയുടെ വാല്യൂ 0 ആണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ജിയുടെ വാല്യൂ കൂടി ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആവും. പിന്നീട് പോകുമ്പോൾ കുറയും. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മാക്സിമം സർഫസിലാണ്. സർഫസിൽ നിന്ന് മുകളിലേക്ക് പോയാൽ കുറയും, താഴേക്ക് വന്നാലും കുറഞ്ഞു 0-ലെത്തും. ഇവിടെ 0, സെന്ററിൽ 0. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും കൂടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ കൂടി മാക്സിമം ആവും. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അപ്പൊ അകത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ, പുറത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഇവിടെ സ്മാൾ ആറിന്റെ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? ദിസ് ഇക്വേഷൻ g dash is equal to g into r minus d divided by r, that is equal to g into 1 minus d divided by r. ഇത് പഠിച്ചു വയ്ക്കാൻ പറ്റിയാൽ പഠിച്ചു. ഇതെന്തായാലും പഠിക്കണം. Acceleration due to gravity at a depth d from the surface of earth g dash is equal to g into 1 minus d divided by r. ഇത് ഈ ഇക്വേഷനെ പോലെയല്ല. ഈ ഇക്വേഷൻ എവിടെ മാത്രമേ അപ്ലൈ ചെയ്യൂ? ചെറിയ ഹൈറ്റിന് മാത്രം. ഇവിടെ അങ്ങനല്ല, ഏത് ഡെപ്ത് ആണെങ്കിലും ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഓഫ് 1 കിലോമീറ്റർ? ഇത് 2 കിലോമീറ്റർ താഴെ, ഇവിടെ 5 കിലോമീറ്റർ താഴെ, 10 കിലോ, ഏത് എടുത്തു കഴിഞ്ഞാലും ആക്സലറേഷൻ ഡി ഡെപ്ത് ആർ. ഈ ഡിയുടെ വാല്യൂ കൂടി ഇവിടെ എത്തുമ്പോൾ എത്രയായിട്ട് മാറും? ഡിയുടെ വാല്യൂ 6 ആകും. d r by r is equal to 1 minus 1 is equal to 0. therefore g dash is equal to 0. സെന്ററിൽ എത്തുമ്പോൾ g ഡാഷിന്റെ വാല്യൂ 0 ആണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻസൈഡ് ദ എർത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആൻഡ് ഔട്ട്സൈഡ് ദ എർത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ വേരിയേഷൻ വരയ്ക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, പറ്റിയാൽ പഠിച്ചു വയ്ക്കുക. എർത്ത് ഡിസ്റ്റൻസ്, ഇത് സെന്റർ, ഇത് സർഫസ്, സെന്ററിൽ 0 ആർ. എന്ത് പറ്റുമെന്ന് അറിയാമോ? സെന്ററിൽ ഇവിടെ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ എടുക്കുകയാണെങ്കിൽ സെന്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. ഇവിടെ നിന്ന് സർഫസിലേക്ക് പോകുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ. പുറത്തിറങ്ങുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ്. അതുപോലെ ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇവിടം വരെ കൂടി മാക്സിമം ആവും. അത് കഴിഞ്ഞ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ഒക്കെ പറയുമ്പോഴത്തേക്ക് അത് അറിയണമെങ്കിൽ പഴയ നമ്മുടെ ഗ്രാഫിന്റെ കണ്ടീഷൻസ് ഒക്കെ എടുത്തിട്ട് പഠിച്ചിട്ട് വരണം. അല്ലാതെ ഇതെങ്ങനെ വന്നു എന്ന് ഇപ്പൊ ചോദിച്ചു പറഞ്ഞേക്കരുത്. പോയി ഗ്രാഫ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രാഫ് ബേസിക്സ് ഇൻ ഫിസിക്സിനകത്ത് 5ാമത്തെ വീഡിയോയിൽ ഗ്രാഫുകളെ കുറിച്ചാണ് പറയാം. അത് പോയി നിങ്ങൾ പഠിച്ചോണം. ഓക്കെ,
അപ്പൊ എന്തായാലും ഞാൻ ഇത് ഒന്നുകൂടെ പറയുന്നു. ഇതങ്ങ് ഞാൻ മായ്ച്ചു കളയാണ്. ഇത് മായ്ച്ചു കളഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. നോക്കുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 ഫാക്ടേഴ്സ്. ഒന്ന് ഷേപ്പ് കറക്റ്റ് സ്പിയർ അല്ല, ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് ആക്സലറേഷൻ റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് മിനിമം അറ്റ് പോൾസ് ആൻഡ് മാക്സിമം അറ്റ് ഇക്വേറ്റർ. അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് പോൾസ് ആൻഡ് മിനിമം അറ്റ് ഇക്വേറ്റർ. ഒന്നാമത്തെ കണ്ടീഷൻ. എർത്തിന്റെ സർഫസിൽ നിന്ന് h ഹൈറ്റ് മുകളിലുണ്ടാകുന്ന ഗ്രാവിറ്റി gm/r² ഈസികൾ gr². gm പകരം gr² എന്ന് എഴുതി, gm പകരം സ്മാൾ r ഈസികൾ ക്യാപിറ്റൽ R പ്ലസ്. ഇവിടെ സ്മാൾ r ഈസികൾ ക്യാപിറ്റൽ R പ്ലസ് h ആണ്. ഇവിടെ അവിടെ അതല്ല. അതെഴുതി r² താഴെ കൊണ്ടുവന്നു. അതിനെ ഇങ്ങനെ കിട്ടി. ഇതാണ് ഒറിജിനൽ ഇക്വേഷൻ. എച്ചിന്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിർബന്ധമൊന്നുമില്ല, ഇത് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ചെറിയ ഹൈറ്റുകൾക്ക് ഇത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അടുത്തത് ഡെപ്തിനനുസരിച്ച് വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ഫ്രം ദ സർഫസ്. സർഫസിൽ നിന്ന് d ഡെപ്ത് താഴെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര? അപ്പൊ നമ്മൾ പറഞ്ഞു gm/r² എന്ന് എഴുതി. അത് തെറ്റാണ്. m എടുക്കാൻ പാടില്ല. ഇത്രയും മാസും ഇവിടെ ഗ്രാവിറ്റി ഉണ്ടാകുന്നില്ല. ഇവിടെ ഗ്രാവിറ്റി ഉണ്ടാക്കാൻ കാരണം ഇയാളും ഇത്രയും മാസ് മാത്രമാണ്. ഈ സ്പിയറിനകത്തിരിക്കുന്ന മാസ് മാത്രം. അത് m' ആണ്. m' വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. സ്പിയറിന്റെ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r³. therefore m is directly proportional to r³ and m' is directly proportional to small r³. സ്മാൾ r ഡിവൈഡ് ചെയ്തു. m' വാല്യൂ mr³ ഡിവൈഡ് ബൈ r³ എന്ന് കിട്ടി. അതിന്റെ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. r² r³ സ്ക്വയറും കൂടെ ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ gmr ഡിവൈഡഡ് ബൈ r³ എന്ന് കിട്ടും. gmr ഡിവൈഡഡ് ബൈ r³. അവിടെ gm പകരം നമ്മൾ gr² എഴുതി. gr² r ഡിവൈഡഡ് ബൈ r² r³ കൂടെ ക്യാൻസൽ ആയി. ബാക്കി വരുന്നതാണ് gr ഡിവൈഡഡ് ബൈ r. ഹിയർ g is a constant. സർഫസിലത് capital R is a constant. therefore g is directly proportional to r. Inside is directly proportional to r. Outside is inversely proportional to r². സെന്ററിൽ 0 ആണ്. അപ്പൊ ഇതാണ് ഇക്വേഷൻ. പിന്നെ ഡിയുടെ ടേബിൾ ഇതാണ് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദ സർഫസ്. മുകളിലേക്ക് പോയാൽ കുറയും, താഴേക്ക് വന്നാലും കുറഞ്ഞ് 0 ആവും. അപ്പൊ 0 ആവുന്നത് എവിടേക്കാണ്? ഒന്നുകിൽ സെന്റർ ഓഫ് ദ എർത്തിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ. These are the 3. ഇനി ഒരെണ്ണമുണ്ട്. എർത്ത് കറങ്ങുന്നതിന്റെ ഫലമായിട്ട് ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരും. അത് നമുക്കിവിടെ പഠിക്കാനില്ല. അതുകൊണ്ട് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പഠിപ്പിക്കുന്നില്ല. അപ്പൊ എന്തായാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്. ഷേപ്പ് ഓഫ് ദ എർത്ത്, ഓൾട്ടിറ്റ്യൂഡ്, ഡെപ്ത് ആൻഡ് എഫക്ട് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. എർത്ത് കറങ്ങുന്നതിന്റെ ഫലമായിട്ട് അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും ആയപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫസ്റ്റ് പാർട്ട്, നമ്മുടെ ഒരു ഫസ്റ്റ് സെഷൻ ഏകദേശം നമ്മൾ കഴിഞ്ഞു. നമുക്കിനി അടുത്തത് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.